കേരളത്തിന്റെ സ്വന്തം പച്ചത്തീയൽ. എണ്ണയൊന്നും അധികം ഉപയോഗിക്കേണ്ടാത്ത തേങ്ങ പച്ചക്കരയ്ക്കുന്ന തീയൽ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും തരാൻ മറക്കല്ലേ. പച്ചത്തീയലിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി കഷ്ണങ്ങൾ എടുക്കാട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ 75 ഗ്രാം മുതൽ 100 ഗ്രാം വരെ, വഴുതനങ്ങയും എടുത്തിട്ടുണ്ട്, അതും ഏകദേശം 75 ഗ്രാം മുതൽ 100 ഗ്രാം വരെ എടുക്കാം. കൊത്തവര എടുത്തിട്ടുണ്ട്, ഏകദേശം അതേ അളവിൽ തന്നെ. വെള്ളരി ഒരു 100 ഗ്രാം ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഒരു വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞ്. ബാക്കി എല്ലാ കഷ്ണങ്ങളും നീളത്തിലരിഞ്ഞ പോലെ. ഇപ്പൊ കാണിച്ച 5 കഷ്ണങ്ങളും ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊത്തവരങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ട തീയല്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളുടെ കൂടെ ഒരു 10 ചെറിയുള്ളി നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കഷ്ണങ്ങളിലേക്ക് എരിവ് പിടിക്കാൻ വേണ്ടി ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചക്കറികൾ നിൽക്കുന്ന ലെവലിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് മീഡിയം തീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരേ ഒരു വിസിൽ, അത്രയും മാത്രം കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് വറുത്തെടുത്ത മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചുമന്ന മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ കയ്യിൽ വറുത്തെടുത്ത മല്ലിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു 20-25 സെക്കൻഡ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. മീഡിയം തീയിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ഒരു 4-5 ഇല കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതിലധികം ആവണ്ട കേട്ടോ. എല്ലാം കൂടെ നമ്മൾ മിക്സർ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം ഒരു 2-3 പൾസ് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഇതേപോലെ. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ, മഷി പോലെ അരച്ചെടുക്കാം, ഇതേപോലെ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസായി. നമുക്കിനി കുക്കർ തുറക്കാം. കണ്ടില്ലേ, മുരിങ്ങക്കോലൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത്. എൻ്റെ കയ്യിലുള്ള പുളിക്ക് നല്ല പുളിപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ 1/4 ഭാഗം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ടേസ്റ്റ് മേക്കറാണ്, എന്തായാലും ചേർത്തോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാൻ വെക്കാം. ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 മുതൽ 20-25 സെക്കൻഡ് നേരം വരെ അങ്ങനെ തന്നെ തിളച്ചോട്ടെ കേട്ടോ. പുളി നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. ശേഷം നമുക്ക് നന്നായിട്ട് അരച്ച് വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചത്തീയലില് തേങ്ങ ഈ പുളിങ്കറിയിലെ പോലെ കുറവുമല്ല, എന്നാൽ കാളനിലെ പോലെ അധികവും അല്ല. ആ ഒരു പാകത്തിന് ഒരു മീഡിയം ആയിട്ട് വേണം പച്ചത്തീയലില് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. മിക്സിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ആ മിക്സിയും കൂടെ കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ആവും, നമ്മുടെ മസാല വേസ്റ്റ് ആവേയില്ല. ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചത്തീയല് നമ്മുടെ നോർമൽ തീയല് പോലെ കട്ടിക്കല്ല കേട്ടോ ഉണ്ടാവുക, കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണമോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചു. നമുക്കിനി അടുപ്പത്തൊന്ന് മാറ്റാം. ഒരു നല്ലൊരു താളിപ്പും കൂടെ കൊടുക്കാം. പച്ചത്തീയലിൽ നമ്മൾ താളിപ്പിന് വേണ്ടി മാത്രമാണ് കേട്ടോ എണ്ണ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു പാനിൽ മീഡിയം ഫ്ലെയിമിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് നേരം മാത്രം വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പച്ചത്തീയൽ ഇവിടെ റെഡിയാണ് കേട്ടോ. ചോറിന് പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് കേട്ടോ അത്.
അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ വെച്ച് നോക്കല്ലേ, എന്നിട്ട് ഫീഡ്ബാക്ക് തരും, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.